Good evening, my WrestleManiacs. Today we are going to watch some videos. Okay? Now, today I'm going to watch and I'm going to do a reaction video on the top 50 Royal Rumble returns that no one expected. So I've chosen a video from a YouTube channel. So today we are going to watch the reactions of this Royal Rumble returns. Okay, so let us start. Oh yeah, oh yeah. Edge. Yeah, 2010 Royal Rumble. Yes, ആരും പ്രതീക്ഷിക്കാത്ത ഒരു റോയൽ റംബിൾ എൻട്രി. I think Mick Foley 2012 Royal Rumble. Mick Foley വന്നു പോയ്യ സോക്കോ ഇതിനകത്തല്ലേ സാന്റീന മാറല്ല ഈ മിക് ഫോളിയും തമ്മിൽ ആ ഒരു സോക്കോ സ്നേക്ക് തമ്മിൽ ഫൈറ്റ് നടന്നത് 2012 Royal Rumble തന്നെ. കോഡി റോഡ്സ്, ഇപ്പോഴത്തെ ലെജൻഡ് കോഡി റോഡ്സിനൊക്കെ അടുത്ത് ഫ്ലാഷ് ആക്കി. WrestleMania 25 2009 Royal Rumble. RVD, പഴയ കൂട്ടുകാരൻ കെയ്ൻ. നേരെ വീണ്ടും കോഡി റോഡ്സിനാണല്ലോ എല്ലാവരും എടുത്തിട്ടടിക്കുന്നത്. RVD 2013 Royal Rumble. ജെറിക്കോ ഡോൾഫ് സിഗ്ലറുമായിട്ടുള്ള വൻ ഫ്യൂഡ് നടക്കുന്ന സമയത്തായിരുന്നു അത്. ജെറിക്കോ ആൻഡ് ഡോൾഫ് സിഗ്ലർ. ജോൺ സീന ജയിച്ച റോയൽ റംബിൾ അല്ലേ ഇത്? ജോൺ സീന ജയിച്ച റോയൽ റംബിളാണത്. കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ജെറിക്കോ ഔട്ടായത്. 2011 Royal Rumble. ഡീസൽ, കെവിൻ നാഷ്. ഡീസലായിട്ട് വന്നത് കെവിൻ നാഷ്. തള്ളച്ചി കർമ്മല്ല വിക്കി കറേറോ. ഗോഡ് ഫാദർ അല്ലേ ഇത്? ഗോഡ് ഫാദർ വന്ന് എൻ്റെ അമ്മോ എത്ര പെമ്പിള്ളാരാ വീണ്ടും പോകും. Hurricane, stand back, there's a hurricane coming through. പഴയ ലെജൻഡ് ആയിരുന്നു. എൻ്റെ ഒന്ന പണ്ടത്തെ റോയൽ റംബിളിൽ ട്രിപ്പിൾ എച്ചിന് സ്റ്റോൺ കോൾഡിൽ ഒരുമിച്ച് ചോക്സ്ലാൻ ചെയ്യാൻ വന്നത് ആരാണ്? അടുത്ത ഇതിനു മുമ്പ് തന്നെ ഔട്ടായി ഹറിക്കെയിൻ ഹെൽംസ്, ലെജൻഡ്. DDP യോഗയൊക്കെ കഴിഞ്ഞിട്ട് വന്നേക്കാണ്. വീണ്ടും കോഡി റോഡ്സിന് എല്ലാണോ കോഡി റോഡ്സിനെ എടുത്തിട്ടാണല്ലോ ഇടിക്കുന്നത്. DDP പഴയ ലെജൻഡ്. റേ മിസ്റ്റീരിയോ, ഷെയ്ൻ മക്മാൻ. അവസ്ഥമാണ് ഇത്. ബ്രോക്ക് ലെസ്നർ ജയിച്ച റോയൽ റംബിൾ അല്ലേ ഇത്? ബ്രോക്ക് ലെസ്നർ ജയിച്ച റംബിൾ അത്. I'm the boogeyman and I'm coming to get you. ബുഗിമാനും പ്രയമായിട്ട് ഒരു കിടില മൂവ്മെന്റ് ആയിരുന്നു. 2012 ആണോ 14 റോയൽ റംബിൾ ആണെന്ന് തോന്നുന്നു. 2014 റോയൽ റംബിൾ. CM Punk അല്ല CM Punk തുടക്കത്തിലല്ലായിരുന്നു. 12 റോയൽ റംബിൾ ആയിരുന്നു എന്തായാലും. റോണ്ട റൗസി ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത സാധനം, ഇങ്ങനെ കുണി ഇങ്ങനെ വരും. റോണ്ട റൗസി ജയിച്ച റോയൽ റംബിൾ അല്ലേ ഇത്? ഇത് 2014 റോയൽ റംബിളാ. ഷെയ്മസ് ഷീൽഡുമായിട്ട്. അത് 2014 റോയൽ റംബിളാ. ബറ്റീസ്റ്റ ജയിച്ച റോയൽ റംബിൾ. റിക് ബൂക്സ് പുറത്തിട്ട ബിഗ്ഗിയുടെ നശിപ്പിച്ച എന്താണ്ടായിരിക്കുന്നു. ഡ്രൂ മാക്കിൻറ്റയർ റിട്ടേണൊക്കെ ചെയ്യേണ്ടി വന്നോ? അതിൽ മാക്കിൻറ്റയറും ബ്രോക്ക് ലെസ്നറും കൂടെ ഒരുമിച്ച് ലാസ്റ്റ് ഫൈനലിൽ വന്ന്
റോയൽ റംബിൾ അല്ലേ? മിക്കി ജെയിംസ് TNA ഇരുന്നപ്പോഴത്തേക്കും വന്നതാണ്. TNA ചാമ്പ്യൻ ആയപ്പോൾ വന്നായിരുന്നു. ഹാക്സോ ജിം ഡഗൻ. പഴയ ലീറ്റയൊക്കെ വിളിച്ചോണ്ടിരുന്ന സാധനമാണ് ഹാക്സോ ജിം ഡഗൻ. USA അതൊക്കെ ആയിരുന്നു ഫസ്റ്റ് റോയൽ റംബിൾ വിന്നർ. അതായിരുന്നു ഹാക്സോ ജിം ഡഗൻ. കാർലീറ്റോ വന്നിട്ട് കാർലീറ്റോ അങ്ങനെ ഭയങ്കരമായിട്ട് റിട്ടേൺ നടത്തിയിട്ടൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. ചുമ്മാ ജസ്റ്റ് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിരുന്നു. അന്നൊക്കെ ഒരു കാർലീറ്റോടെ ഇത് നമുക്ക് ഭയങ്കര താല്പര്യമായിരുന്നു റിട്ടേൺ എന്നൊക്കെ പറയുമ്പോൾ. ഇലായസ് ഇതാരായിരുന്നു? TNAയുടെ ഫൗണ്ടറിൽ ഒരാളായിട്ടുള്ള ജെഫ് ജാരറ്റ്. അയാൾ WWE കോമഡി ആക്കിയതാണല്ലേ. TNAയിൽ അയാൾ ഭയങ്കര സംഭവമായിരുന്നല്ലേ ജെഫ് ജാരറ്റ്. ഇതാരായിരുന്നു? ബാഡ് ബണ്ണി. 2022 റോയൽ റംബിളിൽ ബാഡ് ബണ്ണി. ഇത് റിട്ടേണെന്ന് പറയാൻ പറ്റും. ഇതൊക്കെ ചുമ്മാ ഓരോ സ്പോട്ട് കൊണ്ട് കളയാനായിട്ട്, ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്പോട്ട് കൊണ്ട് കളയാനായിട്ട് ചുമ്മാ ഗസ്റ്റ് അപ്പിയറൻസ്. നോബഡി കെയർസ് മാൻ അബൌട്ട് ദീസ്. ഇതൊക്കെ സൂപ്പറായിരുന്നു. എൻ്റെ പൊന്നോ, ബുക്കർ ടി ഒക്കെ വന്നല്ലോ. ഒന്നാം തന്നെ സൂപ്പർ സാധനമായിരുന്നു. 2011 റോയൽ റംബിൾ ന്യൂ നെക്സസുമായിട്ടായിരുന്നു ബുക്കർ ടി എന്നത്. സൂപ്പറായിരുന്നത്. ബുക്കിനൊക്കെ എടുത്തിട്ട് യെസ് ബുക്കർ ടി ആ വർഷം കോഡി റോഡ്സുമായിട്ട് ഇന്റർകോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് TLCയിൽ ഫൈറ്റ് ചെയ്യാൻ തോന്നുന്നു. എന്തോ ഇതാരാ ഇത്? എൻ്റെ അമ്മച്ചി. ഈ ചെൽസി ഗ്രീൻ വന്ന് പോയി. ഈ അമ്മച്ചി ഇപ്പം ഒരു ചാമ്പ്യൻ അല്ലേ WWE. ജാക്ലിൻ. പഴയ നമ്മളൊക്കെ റെസ്ലിംഗ് കാണുമ്പോഴത്തേക്കുള്ള പഴയ ലെജൻസ് ആണ് ജാക്ലിൻ. ജോൺ സീന നമ്പർ 30. ഇത് ആർക്കും മറക്കാൻ പറ്റും? ആർക്കും മറക്കാൻ പറ്റാത്തൊരു റിട്ടേൺ അല്ലായിരുന്നു ജോൺ സീന. ഒന്നൊന്നര റിട്ടേൺ. 8 മാസം എടുക്കുമെന്ന് പറഞ്ഞിട്ട് 4 മാസം കഴിയുമ്പോഴത്തേക്കും വന്നേക്കുന്നത്. അത് ജോൺ സീന ബറ്റീസ്റ്റ ട്രിപ്പിൾ എച്ച് ഫൈനൽ. എൻ്റെ അമ്മോ, അതൊരു സൂപ്പറായിരുന്നു. ഇതൊക്കെ ആരായിരുന്നു? നിക്കി ബെല്ല, ബ്രീ ബെല്ല. യു ക്യാൻ സീ ദി പാർട്ടി സ്റ്റാർസ് അബോവ്. ജോൺ സീനയുടെ പഴയ കമുകി. ഇതെന്താണ്? 2018 റോയൽ റംബിളായിരുന്നു. ഡോൾ സിഗ്ലർ. ഈ ഒരു സമയത്ത് ഡോൾ സിഗ്ലറിനെ കൊണ്ടിട്ട് എന്തോ ചെയ്യിപ്പിക്കുകയാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. ഇന്റർകോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് ജയിച്ചിട്ട് അതുപോലെ തന്നെ അത് റിലിംഗ്വിഷ് ചെയ്യിപ്പിച്ചതാണ്. ജേക്ക് ദ സ്നേക്ക് റോബർട്ട്സ്. പാമ്പിനെ പൊന്നച്ചി, ആ സാധനത്തിന്റെ വലിപ്പം. അതുപോലെ കർമ്മ വന്നതല്ലേ ഇത്? അത് തന്നെ, കർമ്മ വന്ന റോയൽ റംബിൾ 2011 ആയിരുന്നു തോന്നുന്നു. കർമ്മ വന്ന റോയൽ റംബിൾ അത് വലിയൊരു മൊമെന്റും ഇല്ലാത്തൊരു റിട്ടേൺ ആയിരുന്നു സംഭവം. എൻ്റെ അമ്മോ. ഹൂണിക്കോനൊക്കെ എടുത്ത് കളഞ്ഞ്. ഇത് മറ്റേ ബ്ലഡ് ലൈൻ ഉണ്ടായിരുന്നല്ലോ, അവൻ്റെ അല്ലായിരുന്നു ടമറ്റോങ്ക അല്ല ടോങ്കലോവ. ഇത് ട്രിപ്പിൾ എച്ച് വെച്ച റോയൽ റംബിൾ 1 vs ഹോൾ റോയൽ റംബിൾ റെസൽമേനിയ 32 2016. ട്രിപ്പിൾ എച്ച് ജയിച്ച റോയൽ റംബിൾ. പിന്നെ ഡീൻ ആംബ്രോസും ട്രിപ്പിൾ എച്ചും കൂടെ അവസാനം ഡീൻ ആംബ്രോസിനെ എലിമിനേറ്റ് ട്രിപ്പിൾ എച്ച് WWE ചാമ്പ്യനായിരുന്നു. അതെ. ഇത് ഏത് റോയൽ റംബിൾ ആയിരുന്നു? ബ്രോക്ക് ലെസ്നർ ജയിച്ച റോയൽ റംബിൾ ആയിരുന്നു തോന്നുന്നു. 2003 റോയൽ റംബിൾ.
ഇതിലെ സമോൻ ഫാമിലിയിലുള്ളവരല്ലേ. കെയിൻ്റെ ഒക്കെ മുടിയോ എൻ്റെ പൊന്നോ. നയ ജാക്സ് അനദർ സമോൻ. ഇത് വന്നു റസൽമേനിയ കോസ് ഹോളിവുഡ്. അപ്പം 2023 റോയൽ റംബിളായിരുന്നു. റസൽമേനിയ അടിച്ച് എല്ലാത്തിനെയും കൂടെ ചവിട്ടി ഒരുമിച്ച് അങ്ങ് പുറത്താക്കും. പണ്ട് ഈ ബിഗ് ഷോ ഒക്കെ റോയൽ റംബിൾ വരുമ്പോൾ ചെയ്യുന്ന പരിപാടി എല്ലാവരും ബിഗ് ഷോ പിടിച്ച് പുറത്താക്കാനായിട്ട് നോക്കുമായിരുന്നു. ബിഗ് ഷോ, മാർക്ക് ഹെൻറി, വിസറ, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, ഇപ്പം ആ ഒരു ഇതൊന്നുമില്ല. ക്രിസ്ത്യൻ അണ്ടർ യൂട്ടിലൈസ്ഡ് ടാലൻ്റ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു. അണ്ടർ യൂട്ടിലൈസ്ഡ് ടാലൻ്റ്. ഇത് റോയൽ റംബിൾ എഡ്ജ് ജയിച്ച റോയൽ റംബിൾ അല്ലായിരുന്നു, 2021 റോയൽ റംബിൾ ആയിരുന്നത്. ഇത് ഏതായിരുന്നു? 2001 റോയൽ റംബിൾ ആയിരുന്നു അത്. വിക്ഷയുടെയൊക്കെ സൈസ് പ്രാക്ഷയൊക്കെ ഇത് കെയിനെയൊക്കെ പിടിച്ച് തൂക്കി അങ്ങോട്ട് എഴുതേറ്റാ പൊന്നമ്മച്ചി. കെയിനൊക്കെ ഫ്ലെക്സിബിള്. പവറെ ഡള്ളി ഓർമ്മയുണ്ട്. അതൊക്കെ ഒരു മറ്റേ ഡഡ്ലി ബോയ്സിൻ്റെ ഒക്കെ ഒരു കിടിലൻ തീം മ്യൂസിക്കുകളായിട്ട് ഈ കുതിര തീം മ്യൂസിക്കിലൊക്കെ കൊണ്ടുവരുന്നതൊക്കെയാണ്. അതാണ് എനിക്കിഷ്ടമല്ല. വിൻറ്റേജ് എന്നൊക്കെ സമ്മതിച്ചു തന്നെ. പക്ഷെ പവറെ ഡഡ്ലി ബോയ്സിൻ്റെ 2003 തീമായിരുന്നു വേറെ ലെവൽ. Get up, get up, get up, got the bullshit, get up, this is out of control. റേ മിസ്റ്റീരിയോ 2018 റോയൽ റംബിളിൽ കുറേ ഇഞ്ചുറീസൊക്കെ കഴിഞ്ഞിട്ട് റിട്ടേൺ വരുത്തിയതായിരുന്നു. ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ടാണ് WWE തിരിച്ച് റേ മിസ്റ്റീരിയോ എടുത്തത്. അതിൻ്റെ പൂച്ചയെ കണക്ക് ഫ്ലെക്സിബിളായിട്ടാണ് റേ മിസ്റ്റീരിയോ പിന്നെ തിരിച്ചു വന്നത്. 2013 തൊട്ട് റേ മിസ്റ്റീരിയോസിന് എല്ലാം ഫംബിൾസ് ഇഞ്ചുറീസൊക്കെ ആയിരുന്നു. പക്ഷേ കരിയർ തീർന്നാണ്. ഇത് 2015 റോമൻ റെയിൻസ് ജയിച്ച റോയൽ റംബിൾ. ഇത് പക്ഷെ അത് ഒഫീഷ്യൽ റോയൽ റംബിൾ എൻട്രി അല്ലായിരുന്നല്ലോ. ഇത് ചുമ്മാ സഹായിക്കാനായിട്ട് വന്നതല്ലേ. ആ ക്രൗഡിന്റെ ആ ഒരു മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നതല്ലായിരുന്നു. എന്നിട്ട് വലിയ ഗുണം ഉണ്ടായില്ലേ. റോക്കിന്റെ മോൻ കാണുമ്പോൾ തന്നെ അറിയാം. കണ്ട കൂവലായിരുന്നു, കൂവല്. എഡ്ജ് 2020 റോയൽ റംബിൾ. ഞാനൊക്കെ എൻ്റെ പൊന്നെ കൂവല് തിരിച്ച് രോമൊക്കെ എണീച്ച് വന്ന ഒരു ഇതായിരുന്നു. എണീച്ച് വന്നൊരു ഇതായിരുന്നു. എഡ്ജപ്പോ എഡ്ജ് ജയിക്കത്തില്ലെന്നറിയായിരുന്നു. ഹർഷം മൊബൈലിൻ്റെ കൂടുതൽ ഡ്രൂ മാക്കിൻ്റർ തന്നെയായിരുന്നു. ഇതേത്? കോഡി റോഡ്സ് നമ്പർ 30. കോഡി റോഡ്സ് ജയിച്ച റോയൽ റംബിൾ 2023 റോയൽ റംബിൾ. ഇഞ്ചറിയും കഴിഞ്ഞ് വന്ന് നൈസായിട്ടൊരു 30th ഇൻ്റർവ്യൂ ആയി ജയിക്കുകയും ചെയ്തു. ഈ കക്ഷിയുടെ പേരെനിക്ക് അറിയാമായിരുന്നല്ലോ. അയ്യോ, ബോബ് ബാക്ക്ലൻഡ്. അയാള് ഷെൽട്ടൺ ബെഞ്ചമിനായിരുന്നു. അല്ല, MVP. ബ്ലാക്ക് പാന്തറിന്റെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നതായിരുന്നു. അടിയാളി റോഡ് ഡോഗ് ആയിരുന്നു. റോഡി വൈപ്പർ ലെജൻഡറി. ഈ വൈപ്പർ സെമീസിനൊക്കെ എന്തോന്ന് റസൽമേനിയ 3MB ഡ്രൂ മാക്കിൻ്റെ അല്ലേ ഇപ്പൊ ചവിട്ടി പോകുന്നത്. ഗോൾഡസ്റ്റ്. ഗോൾഡസ്റ്റ്, കോഡി റോഡ്സ്. അയ്യോ, ഉമ്മാരമ്മ AEW കിടില മാച്ച് ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, ചോരക്കളമായിട്ടുള്ളൊരു മാച്ച്. സൂപ്പറായിരുന്നു. സൂപ്പർ വീഡിയോസ്, സൂപ്പർ. So I just looked at the top 50 Royal Rumble returns.
ഞാനിപ്പോൾ റോയൽ റംബിൾ കുറച്ചും കൂടെ ആംഡപ്പാണ്. കാരണം ഈ വർഷത്തെ റോയൽ റംബിളിൽ ആരൊക്കെ വരും ആരൊക്കെ വരാതിരിക്കും നമുക്ക് അറിയത്തില്ല. ചിലപ്പം ബ്രോക്ക് ലെസ്നർ വരാം, TNA എന്നുള്ള സർപ്രൈസ് എൻട്രൻസ് കാണും. എനിത്തിങ് ക്യാൻ ബി എക്സ്പെക്റ്റഡ്. ജോ ഹെൻറി വരും എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്, TNAയിലുള്ള ചാമ്പ്യൻ. അതുപോലെ ഹാർഡി ബോയ്സ് അവരും വരുമെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഡോൾഫ് സിഗ്ലർ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ബ്രോക്ക് ലെസ്നർ റിട്ടേൺ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ഫിൻ ബാലർ ഡീമനായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ പ്രതീക്ഷകളോടാണ് ഈ വർഷത്തെ റോയൽ റംബിളിൽ ഞാൻ നിൽക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. Thank you very much.